ताकि जिंदगी में कुछ बन जाए, जिंदगी में कुछ मिल जाए. ഇത് മലയാളത്തിൽ പറഞ്ഞാൽ ഈ ചാപ്റ്റർ വളരെയധികം മനോഹരമായ ലോക ജനതയ്ക്ക് ഒരു സന്ദേശം നൽകുന്ന ഒരു ഖുർആൻ ഒരു ചാപ്റ്ററാണ്, സൂറയാണ്. ഒരാളുടെ മനസ്സും ചിന്തയും വിശാലമാക്കിയാൽ അവൻ്റെ ജീവിതം വിശാലമാകും. ഒരാളുടെ മനസ്സും ചിന്തയും സങ്കുചിതമാക്കിയാൽ അവൻ്റെ ജീവിതം സങ്കുചിതമായി പോകും. സങ്കുചിതമായ ജീവിതം നയിക്കാനല്ല പടച്ചവൻ നമ്മളെ ഈ ഭൂമിയിലേക്ക് പടച്ചു വിട്ടത്. പിന്നെ എന്തിനാണ്? ഓർമ്മിപ്പിക്കുകയാണ്. അലം നശ്റഹ് ലക സദ്റക് വവദഅനാ അൻക വിസ്റക്. तुम्हारे इतना बोझ थे, लायबिलिटी थे, सब मैंने कम करके दिया कि नहीं तुम तो उस बोझ की याद में ആ ഒരു ബാധ്യതയുടെ ഓർമ്മ കൊണ്ട് ഉറക്കം പോലും ഇല്ലാതെ നടക്കുന്ന എത്രയോ രാത്രികൾ നിനക്കുണ്ടായിരുന്നു പ്രതീക്ഷയില്ലാത്ത. അതൊക്കെ മാറ്റി നിന്റെ മനസ്സിനെ ഞാൻ ഈസിയാക്കി തന്നില്ലയോ? അല്ലദീ അൻക ലഹ്റക് വറഫഅനാ ലക ദിക്റക്. നാട്ടിൻ പുറത്തൊരു കൊച്ചു ഗ്രാമത്തിൽ മാത്രം അറിയപ്പെടേണ്ടിയിരുന്ന നിന്നെ ലോകത്തിന്റെ വലിയ കോണിൽ പോലും പേരറിയാവുന്ന രീതിയിൽ ഞാൻ മാറ്റി തന്നില്ലയോ? അതുകൊണ്ട് നീ ഓർക്കുക, ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാലും അതിനുശേഷം എളുപ്പം വരും. ഈ സ്ഥലം അത് ഉദാഹരണമാണ്. കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്, ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റം. ये तो पक्की बात है. अल्लाह कुरान के अंदर एक ही अगर आयत को अगर 2 बार दोहरा दिया, 2 बार अगर बोल दिया तो इसका मतलब है इंसान को समझ में आने के लिए എല്ലാ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല, രണ്ടാമത് പറഞ്ഞാലും മനസ്സിലാവില്ല. ഉറപ്പല്ലേ നിനക്ക് പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ജീവിതത്തിൽ പ്രശ്നങ്ങൾക്കിടയിൽ ആയുധം വെച്ച് കീഴടങ്ങാനുള്ള അല്ല ജീവിതം, പിന്നെ എന്തിനുള്ളതാണ്? ഒരു വർക്ക് നീ വിജയകരമായി പൂർത്തീകരിച്ചാൽ വലിയ ഇടവേളയില്ലാതെ നല്ല തയ്യാറെടുപ്പോടുകൂടി പുതിയ വർക്കിലേക്ക് നീ നീങ്ങുക. മതി എന്നൊരു വാക്ക്, കണ്ടന്റഡ് ആവുക, സംതൃപ്തനാവുക. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്കിത് മതി, ഇങ്ങനെ പോയാൽ മതി, അതാണ് പ്രശ്നം. ആ പ്രശ്നം മാറ്റണം. അങ്ങനെ പോയാൽ നമുക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ, സദഖ കൊടുക്കാൻ പറ്റുമോ? നീ സമ്പന്നനായാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ കൈ നീട്ടിയിട്ടവരില്ലേ? അതുകൊണ്ട് സമ്പന്നനാകാൻ തീരുമാനിക്കുക. എന്തിനാ? എല്ലാവർക്കും കൊടുക്കാൻ, ഒരിക്കലും കൈ നീട്ടാതിരിക്കുക. അത് കഴിഞ്ഞെന്താ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നീ ഒന്നിൽ നിന്നും മുക്തനായാൽ മറ്റൊന്നിലേക്ക് മുഴുകുക. നിന്റെ നാഥനിൽ പ്രതീക്ഷ അർപ്പിച്ച് ധൈര്യസമേതം മുന്നോട്ട് പോവുക. നിന്നെ നോക്കാൻ ഞാനുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നിട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ ആരെയാ പറയുക? അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും അനുഭവങ്ങളുടെ തീച്ചുളയിൽ കടന്നെരിഞ്ഞിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ എത്ര വലിയ പ്രയാസങ്ങളെയും അതിജീവിക്കാനുള്ള പരിശീലനമാണ് പടച്ചവൻ തന്നെന്ന് വിചാരിച്ച് ശക്തമായി മുന്നോട്ട് പോവുക, ചരിത്രമുണ്ടാക്കുക. ലോക ജനതയും വരാൻ പോകുന്ന തലമുറകളെയും നിങ്ങളെ ഇൻസ്പയർ ചെയ്യുക, പ്രചോദനം കൊള്ളുക, പ്രചോദിപ്പിക്കുക. ഇതാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.